ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിൽ 10 ലക്ഷം കോടി ചെലവിൽ നടപ്പാക്കുന്ന നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. കർഷക നേതാക്കളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച ക്രിയാത്മകമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അടുത്ത 5 വർഷത്തേക്ക് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ച നിർദ്ദേശത്തിൽ കർഷകരുടെ തീരുമാനം ഇന്ന്. കേരളത്തിലെ സംസ്ഥാന തദ്ദേശ സ്ഥാപന ദിനാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഇന്ന് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വയനാട് ജില്ലയിൽ സന്ദർശനം നടത്തും. ലോക ടേബിൾ ടെന്നീസ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഹംഗറിക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശ് സന്ദർശിക്കും. ഉത്തർപ്രദേശിലുടനീളം 10 ലക്ഷം കോടി രൂപയിലധികം വിലമതിക്കുന്ന 14,000 പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. ഉൽപാദനം, പുനരുപയോഗ ഊർജ്ജം, IT, ITES, ഭക്ഷ്യസംസ്കരണം, ഭവനം, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, വിനോദം, വിദ്യാഭ്യാസം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിരവധി മേഖലകളിലെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിൽ തുടക്കം കുറിക്കുന്നത്. രാവിലെ സംഭാൽ ജില്ലയിലെ ശ്രീ കൽക്കിധാം ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിക്കും. ശ്രീ കൽക്കിധാം ക്ഷേത്രത്തിന്റെ മാതൃക അനാച്ഛാദനം ചെയ്യുന്ന പ്രധാനമന്ത്രി ജനങ്ങളുമായി സംവദിക്കും. ലക്നൌവിൽ ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ 14,000 പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. UP ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് 2023 ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 10 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടുക. ചടങ്ങിന്റെ ഭാഗമായി പ്രദർശന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ നിർമ്മിത ബുദ്ധി, ടെക്സ്റ്റൈൽസ്, ലോജിസ്റ്റിക് വെയർഹൌസിംഗ്, പ്രതിരോധം, എയ്റോസ്പേസ് തുടങ്ങി 9ലേറെ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രദർശനങ്ങൾ ഉണ്ടാകും. വ്യവസായികൾ, അംബാസിഡർമാർ, ഹൈക്കമ്മീഷണർമാർ തുടങ്ങി 5000-ഓളം പേർ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ അടുത്ത 5 വർഷം രാജ്യത്തിന് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന BJP ദേശീയ കൺവെൻഷൻ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP നേതാക്കളോടും പ്രവർത്തകരോടും അടുത്ത 100 ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരും പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും സംസ്ഥാനങ്ങളിലെ സർക്കാർ പദ്ധതികളെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്തു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സുഗമമായി സംഘടിപ്പിച്ചതിൽ ഇന്തോനേഷ്യയിലെ ജനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പുതിയ പ്രസിഡന്റുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഈ മാസം 23 വരെയാണ് സന്ദർശനം. ദ്വീപിലെ രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്ന രാഷ്ട്രപതി സെല്ലുലാർ ജയിൽ കോംപ്ലക്സും മ്യൂസിയവും സന്ദർശിക്കും. പോർട്ട് ബ്ലെയറിലെ ഡോക്ടർ BR അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ രാഷ്ട്രപതിക്ക് പൌരസ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ പലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് അൽ മാലിക്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ജർമ്മനിയിൽ നടക്കുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. യുദ്ധം രൂക്ഷമായ ഗാസയിലെ നിലവിലെ സ്ഥിതിഗതികൾ മന്ത്രിമാർ ചർച്ച ചെയ്തു. മാനുഷിക നിയമം പാലിക്കാൻ ഇസ്രായേലിന് അന്താരാഷ്ട്ര ബാധ്യതയുണ്ടെന്നും സാധാരണ ജനങ്ങളുടെ നഷ്ടങ്ങളിൽ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും സുരക്ഷാ സമ്മേളനത്തിലെ സംവാദ പരിപാടിയിൽ ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഒക്ടോബർ 7-ന് ഇസ്രായേലി നഗരങ്ങളിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ ഭീകരപ്രവർത്തനമെന്നും മന്ത്രി വിശേഷിപ്പിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെർബ്ലോക്ക് എന്നിവരും സംവാദ പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിലെ സംസ്ഥാന തദ്ദേശ സ്ഥാപന ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഇന്ന് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫിയും തൊഴിലുറപ്പ് പദ്ധതിയിൽ മികവ് പുലർത്തിയതിനുള്ള മഹാത്മാ പുരസ്കാരവും വിതരണം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് അധ്യക്ഷനാകും. മന്ത്രിമാരായ KN ബാലഗോപാൽ, KB ഗണേഷ് കുമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MPമാർ, MLAമാർ എന്നിവർ പങ്കെടുക്കും.
കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വയനാട് ജില്ലയിൽ സന്ദർശനം നടത്തും. വന്യജീവി ആക്രമണത്തിൽ 17 ദിവസത്തിനിടെ ജില്ലയിൽ 3 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഗവർണർ എത്തുന്നത്. രാവിലെ പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ വീട് സന്ദർശിക്കും. പോളിന്റെ വീട്ടിലുമെത്തും. ഒപ്പം പാക്കം കാട്ടുനായ്ക്ക കോളനിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശരത്തിനെ സന്ദർശിക്കും. അതിനുശേഷം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലെത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരും കർഷക നേതാക്കളും തമ്മിലുള്ള 4ാം ഘട്ട ചർച്ച ഇന്നലെ ചണ്ഡീഗഡിൽ നടന്നു. കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടയ്ക്ക് പുറമെ മന്ത്രിമാരായ പീയൂഷ് ഗോയൽ, നിത്യാനന്ദ് റായ്, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത്. ചർച്ച ക്രിയാത്മകമായിരുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. സർക്കാർ നേതൃത്വത്തിലെ സഹകരണ സംഘങ്ങളായ ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ, നാഫെഡ് എന്നിവ മുഖേന അടുത്ത 5 വർഷത്തേക്ക് കർഷകരിൽ നിന്ന് കുറഞ്ഞ താങ്ങുവില അടിസ്ഥാനമാക്കി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് കരാറിൽ ഒപ്പുവെക്കാൻ ഇരു കൂട്ടരും നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ഉൽപ്പന്നങ്ങളുടെ അളവിൽ പരിമിതികൾ ഉണ്ടാകില്ല. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ, നാഫെഡ് എന്നിവയുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. കർഷക നേതാക്കൾ തങ്ങളുടെ തീരുമാനം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അറിയിക്കുമെന്നും 4 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. നേരത്തെ ഈ മാസം 8, 12, 15 തീയതികളിലായിരുന്നു കേന്ദ്ര സർക്കാരും കർഷക നേതാക്കളും തമ്മിൽ ചർച്ച നടന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കാസർകോട്ടെ കേന്ദ്ര സർവകലാശാലയുടെ ഭരണനിർവഹണ വിഭാഗം പുതിയ കെട്ടിടത്തിൽ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഡോക്ടർ BR അംബേദ്കറുടെ പേരിലുള്ള കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. 22 സംസ്ഥാനങ്ങളിലെ 37 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 12,744 കോടിയുടെ പദ്ധതികൾക്കൊപ്പമാണ് കേന്ദ്ര സർവകലാശാലയുടെ കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുന്നത്. പെരിയയിലെ കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്ന പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ പങ്കെടുക്കും. കൊല്ലം ജില്ലയിലെ കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 26 രാവിലെ പ്രധാനമന്ത്രി ഓൺലൈനിലൂടെ നിർവഹിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. തത്സമയം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രത്യേക സമ്മേളനവും സംഘടിപ്പിക്കും. രാജ്യത്തെ വിവിധ റെയിൽവേ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടിയെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടക്കുന്ന ലോക ടേബിൾ ടെന്നീസ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയം. ഹംഗറിക്കെതിരായ 2ാം ഗ്രൂപ്പ് ഘട്ടത്തിലാണ് ഇന്ത്യൻ വനിതാ ടീം 3-2 വിജയിച്ചത്. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ ടീം പോളണ്ടിനോട് 3-1 പരാജയപ്പെട്ടിരുന്നു. വനിതാ ടീം നാളെ ഉസ്ബെക്കിസ്ഥാനെയും പുരുഷ ടീം നാളെ ആതിഥേയരായ ദക്ഷിണ കൊറിയയെയും നേരിടും. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ ക്വാർട്ടർ ഫൈനലിസ്റ്റുകൾ 2024 പാരീസിൽ നടക്കുന്ന സമ്മർ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടും. രാജ്കോട്ടിൽ ഇംഗ്ലണ്ടിനെതിരായി നടന്ന 3ാം ടെസ്റ്റിൽ 434 റൺസിന്റെ വമ്പൻ ജയവുമായി ഇന്ത്യ. 2ാം ഇന്നിംഗ്സിൽ 557 എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിന് 122 റൺസാണ് നേടാനായത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയമാണിത്. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ ഇരട്ട സെഞ്ചുറിയും ശുഭ്മാൻ ഗിൽ, സർഫറാസ് ഖാൻ എന്നിവർ അർദ്ധ സെഞ്ചുറിയും നേടി. ഇതോടെ 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. വനിതാ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ അമേരിക്കയെ പരാജയപ്പെടുത്തി. ഇന്നലെ റൂർക്കേലയിലെ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം 1-1 സമനിലയിലായതോടെ ഷൂട്ടൌട്ട് ബോണസിൽ ഇന്ത്യ 2 പോയിന്റ് നേടുകയായിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം സ്പെയിനിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്നലെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുംബൈ സിറ്റി FC ബംഗളൂരു FCയെ പരാജയപ്പെടുത്തി. ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് മുംബൈ 4ാം സ്ഥാനത്തെത്തി. യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള 5 ഇടങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയതായി US സെൻട്രൽ കമാൻഡ്. ക്രൂയിസ് മിസൈലുകൾക്കും കപ്പലുകൾക്കുമെതിരെയാണ് ആക്രമണം. ഹൂതി കപ്പലുകൾ US നേവി കപ്പലുകൾക്കും മേഖലയിലെ മറ്റ് വ്യാപാര കപ്പലുകൾക്കും ഭീഷണി ഉയർത്തിയിരുന്നതായി US വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റിക്കൊണ്ടിരുന്ന പനാമ കപ്പലിനെതിരെയും ഹൂതി മിസൈൽ ആക്രമണമുണ്ടായി. കിഴക്കൻ യുക്രൈനിയൻ നഗരമായ അവ്ദീവ്കയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതായി റഷ്യ. നഗരം പിടിച്ചെടുത്തത് സുപ്രധാന വിജയമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം മേയിൽ ബക്മൂത്ത് നഗരം പിടിച്ചെടുത്തതിനു ശേഷം റഷ്യയുടെ ഏറ്റവും വലിയ മുന്നേറ്റമാണിത്. നാവികസേനയുടെ മിലൻ അഭ്യാസ പ്രകടനത്തിന്റെ 12ാമത് പതിപ്പ് ഇന്നു മുതൽ 27 വരെ വിശാഖപട്ടണത്ത് നടക്കും. 50-ലധികം രാജ്യങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിൽ 10 ലക്ഷം കോടി ചെലവിൽ നടപ്പാക്കുന്ന നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനം ഇന്ന് ആരംഭിക്കും.
കർഷക നേതാക്കളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച ക്രിയാത്മകമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അടുത്ത 5 വർഷത്തേക്ക് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ച നിർദ്ദേശത്തിൽ കർഷകരുടെ തീരുമാനം ഇന്ന്. കേരളത്തിലെ സംസ്ഥാന തദ്ദേശ സ്ഥാപന ദിനാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഇന്ന് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വയനാട് ജില്ലയിൽ സന്ദർശനം നടത്തും. ലോക ടേബിൾ ടെന്നീസ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഹംഗറിക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.